ഇന്നലെ രാത്രിയിൽ സൂറത്ത് എന്ന് പറഞ്ഞ ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് 18 ക്രൂവിനെ രക്ഷപ്പെടുത്തിയത്. അവരെ മാംഗ്ലൂർ പോർട്ടിൽ ഷിപ്പ് ഏജൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഫോർ ഫർദർ മെഡിക്കൽ. അവരെ ഓൺബോർഡ് എടുക്കുന്ന സമയത്ത് ഷിപ്പിലെ ഡോക്ടറും ഷിപ്പിലെ ക്രൂവും അവർക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവരെ ടേക്ക് കെയർ ചെയ്തിട്ട് ഫുൾ സ്പീഡ് അവർ മംഗലാപുരം പോർട്ടിൽ ഇന്നലെ രാത്രി ഒരു 11:30 ഒക്കെ ആയപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സച്ചേത്തും സമുദ്ര പ്രേരി എന്ന് പറഞ്ഞ 2 ഷിപ്പ് രാത്രിയിൽ അഡ്വേഴ്സ് കണ്ടീഷനായിരുന്നു. എന്ന് വെച്ചാൽ കണ്ടെയ്നേഴ്സ് എല്ലാം വെള്ളത്തിലായിരുന്നു, വിസിബിലിറ്റി തീരെ ഇല്ലാഞ്ഞിട്ട് അവർ ട്രൈ ചെയ്തു. ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ട് അവർ ആ ഷിപ്പിൻ്റെ ഇച്ചിരി അടുത്തെത്തിയിട്ട് രാത്രിയിൽ ഫയർ ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഷിപ്പെല്ലാം ചൂടായി ഇപ്പോൾ കിടക്കുന്ന സമയത്ത് ഫയർ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി അവർ കൂളിംഗ് ചെയ്തു. അതിനുവേണ്ടി അവരുടെ ഷിപ്പിൽ കോസ്റ്റ് ഗാർഡ് ഷിപ്പിൽ ഈ വാട്ടർ ജെറ്റ് നോസിൽസ് ഉണ്ട്. ആ വാട്ടർ ജെറ്റ് നോസിൽസ് യൂസ് ചെയ്തിട്ട് അവർ ഷിപ്പിലോട്ട് ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസ് തുടങ്ങി. അതല്ലാതെ ഇന്ന് രാവിലെ സമർത്ത് എന്ന് പറഞ്ഞ ഷിപ്പ്, കോസ്റ്റ് ഗാർഡ് ഷിപ്പ്, ഒരു സാൽവേജ് മാസ്റ്ററിനെയും കൊണ്ട് ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ രാവിലെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റ് ആ ഏരിയൽ സർവൈലൻസിന് വേണ്ടി പോയിട്ടുണ്ട്. അത് സർവൈലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ടുള്ള അവിടുത്തെ എന്തോ സ്ഥിതി എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ സത്ലജ് ആ ഏരിയയിൽ ഇന്നലെ തൊട്ട് അവിടെ ഉണ്ട്. ഇന്ന് സൂറത്തും ഇന്നലെ പേഷ്യൻസിനെ അവിടെ വിട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് ഫുൾ സ്പീഡ് ഏരിയയിലോട്ട് വരുന്നുണ്ട് ഒരു എൻഹാൻസ് ചെയ്യാൻ ഓപ്പറേഷൻസിന്. ഈ കഴിഞ്ഞ എൽസയെക്കാളും MSCയുടെക്കാളും ഡിഫറൻ്റ് ആയിട്ട് സിറ്റുവേഷനാണ്. ഇത് ബേൺ ചെയ്യാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കളിൽ കണ്ടെയ്ൻ ചെയ്യുന്നു പറയുന്നത്. ഇത്രമാത്രം ദുഷ്കരമാണ് ഈ ദൗത്യം. എങ്ങനെയാണ് ഇത് പൂർത്തിയാക്കാനാവുക? എൽസയിൽ നിങ്ങൾ കണ്ടാണ് ഷിപ്പ് സ്റ്റേബിൾ അല്ലായിരുന്നു. ഷിപ്പ് ഒരു ചരിഞ്ഞ ഇതിലായിരുന്നു, അൺസ്റ്റേബിൾ കണ്ടീഷനിലായിരുന്നു. ഇന്നിപ്പം ഷിപ്പ് സ്റ്റേബിളാണ്. ഷിപ്പിന് ഒരു ടിൽട്ടോ ഇൻക്ലിനേഷനോ ഒന്നും ഇല്ലായിരുന്നു ആസ് ഓൺ രാവിലെ വരെ എനിക്ക് കിട്ടിയ ഇൻപുട്ട് വെച്ചിട്ട്. പക്ഷേ ഫയർ കൺട്രോളും അല്ല, ഫയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഫയറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇതാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ ഷിപ്പ് ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ് ഇപ്പോൾ ആസ് ഓഫ് നോ. 4 പേര് മിസ്സിംഗ് ആണ് സാർ. അവരുടെ ഒരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇന്നലെ ഈ 2 ഷിപ്പ് ഫയർ ഫൈറ്റിംഗ് ഉള്ളപ്പോൾ ബാക്കിയുള്ള ഷിപ്സ് എല്ലാം അതിനെ സെർച്ച് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അവരെ മിസ്സിംഗ് ആയിട്ടുള്ള 4 പേരെ അവരെ സെർച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നിലവിലെ ഷിപ്പ് സ്റ്റേബിളാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫയർ അത് എങ്ങനെ എത്രത്തോളം നമുക്കത് ഫയർ കണ്ടിന്യൂ, ഞാൻ പറഞ്ഞല്ലോ ഫയർ കൺട്രോൾ ആയിട്ടില്ല. ഫയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുക. അതിന് ഇപ്പോൾ ഒരു ഫയറിനെ നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഐദർ അതിൻ്റെ ബേണിംഗ് മെറ്റീരിയൽസ് എടുത്ത് മാറ്റണം, അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഓക്സിജൻ കട്ട് ചെയ്യണം. ഈ രണ്ടും അവിടെ സംഭവിക്കത്തില്ല, ബിക്കോസ് അത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷിപ്പിനെ കൂൾ ഡൗൺ ചെയ്തിട്ട് ഫയറിനെ പയ്യെ അതിനെ കുറയ്ക്കുക, ആ സ്പ്രെഡ് ഓഫ് ഫയറിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള അതേ ഉള്ളൂ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ള കാണുന്ന ഒരു ഇത്. അതിനുവേണ്ടി കോസ്റ്റ് ഗാർഡ് ഷിപ്പിൽ ഈ വാട്ടർ ജെറ്റ്, ഹൈ പ്രഷർ വാട്ടർ ജെറ്റ് ഉണ്ട്. അവർ ഇത്ര ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഏരിയയിലോട്ട് വാട്ടറും ഫോമും ഒക്കെ സ്പ്രേ ചെയ്തിട്ട് ഫയറിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രൊസീജിയറായിട്ട് പോകും. ഇത് നമുക്ക് കൊച്ചി പോർട്ടിലേക്ക് തന്നെ എങ്ങനെയാണ് ഈ കപ്പൽ അടുത്ത ഘട്ടത്തിൽ തീ അടച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് എത്തിക്കും? അങ്ങനെയുള്ള തുടർ നടപടികൾ എന്തായിരിക്കും? ഓൾറെഡി കമ്പനി ഒരു സാൽവേജ് മാസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയും ആദ്യം ഫയർ കൺട്രോൾ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ സാൽവേജ് മാസ്റ്ററും കമ്പനി ഡിസൈഡ് ചെയ്യും എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അത് ടോ ചെയ്തിട്ട് അവർ തന്നെ ടോയിങ് അതിൽ നമുക്ക് അന്ന് പ്രൊഫഷണൽ ഗൈഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നേവി, കോസ്റ്റ് ഗാർഡ് കൊടുക്കും. അതല്ല അതിൽ ഇൻവോൾവ്മെൻറ്റ് സാൽവേജ് മാസ്റ്ററിൻ്റെയും കമ്പനിയുടെ. എന്താണ് തീപിടുത്തത്തിൻ്റെ കാരണം? അങ്ങനെ എന്തെങ്കിലും സൂചന നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ആസ് ഓഫ് നോ 2 ഒബ്ജക്റ്റീവ്സേ ഉള്ളൂ. മാൻ പവർ, ക്രൂവിനെ രക്ഷപ്പെടുത്തുക, രണ്ടാമത്തത് ഫയറിനെ കൺട്രോൾ ചെയ്യുക. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഫർദർ ഇത് വേറെ ഏജൻസീസ് ഉണ്ട്, വേറെ അവരെ പറയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ സ്റ്റേറ്റസ്. അത് നമുക്കിപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഡോണിയർ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മേളിൽ നമുക്കൊരു കറക്റ്റ് എക്സാക്ട് പിക്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഡോണിയർ എയർക്രാഫ്റ്റ്സുമായിട്ടും തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഓയിൽ സ്പിൽ ഉണ്ടോ അതോ ഇല്ലയോ എന്നുള്ളത്.